നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,487ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട്, കന്നിമാസം 18-ാം തീയതിയാണ്. ശകവർഷം 1947, ആശ്വിനമാസം 12-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ദ്വാദശി തിഥിയാണ്. ശുക്ലപക്ഷത്തിലെ ദ്വാദശിയാണ്. വൈകിട്ട് 5:09 വരെയുള്ള സമയത്ത് ദ്വാദശി തിഥിയുണ്ട്. തുടർന്ന് ത്രയോദശിയാണ്. നക്ഷത്രം വരുന്നത് അവിട്ടം നക്ഷത്രമാണ്. രാവിലെ 9:09 വരെ മാത്രമാണ് അവിട്ടം നക്ഷത്രമുള്ളത്. പിന്നീട് ചതയം നക്ഷത്രമാണ്. കരണം വരുന്നത് പുലിക്കരണമാണ്. വൈകിട്ട് 5:09 വരെയുള്ള സമയത്ത് പുലിക്കരണം വരുന്നുണ്ട്. നിത്യയോഗം ശൂലനാമ നിത്യയോഗമാണ്. രാത്രി 7:26 വരെയാണ് ശൂലനാമ നിത്യയോഗത്തിൻ്റെ സമയം ഉള്ളത്. ഞാറ്റുവേല അത്തം ഞാറ്റുവേല തന്നെയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:41 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:09 28 അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം തെക്കോട്ടും വടക്കോട്ടും നീങ്ങുന്തോറും ഈ ഉദയാസ്തമയങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 53 മിനിറ്റ് 47 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം. രാഹുകാലം വരുന്നത് രാവിലെ 9:14 മുതൽക്ക് 10:43 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 6:15 തുടങ്ങി 7:44 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:41 തുടങ്ങി 3:11 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ വർജ്യങ്ങളാണ്, ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്തതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:48 മുതൽക്ക് 12:10 വരെയും, തുടർന്ന് 4 മിനിറ്റ് വർജിച്ച് 12:14 മുതൽക്ക് 12:36 വരെയാണ്. 11:48 മുതൽക്ക് 12:36 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. മധ്യത്തിലെ 4 മിനിറ്റ് ഈ സന്ധി വരികയാലാണ് അത് വർജിച്ചിട്ടുള്ളത്. ഈ അഭിജിത്ത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസം. ഈ ഒരു മുഹൂർത്തം എല്ലാ കാര്യങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള മുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കർക്കിടക കൂറുകാർക്കാണ്. പുണർദത്തിൻ്റെ മുക്കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് 8-ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമല്ല. ഇന്ന് ഉദയത്തിന് വരുന്ന നക്ഷത്രം അവിട്ടമാണ്. ചൗളം നടത്തുക, ഉപനയനം നടത്തുക, അതുപോലെ നൂതനമായിട്ടുള്ള ഗജം, അശ്വം മുതലായിട്ടുള്ള അവയെ പരിഗ്രഹിക്കുക, ഗൃഹത്തിൽ ഉദ്യാനമുണ്ടാക്കുക യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെയാണ് അവിട്ടം നക്ഷത്രം അനുയോജ്യമായിട്ടുള്ളത്. തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. വിവാഹാദി കാര്യങ്ങൾക്കും വ്രതം ചെയ്യുന്നതിനും മറ്റ് ശുഭകർമ്മങ്ങൾക്കൊക്കെയും അനുകൂലമാണ്. എന്നാൽ യാത്രയും തേച്ചുകുളിയും ഇന്നത്തെ ദിവസം വർജ്യമാണ്. നമസ്കാരം.